തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. താനൂർ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി 200 കോടി രൂപ ചെലവഴിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂർ ശോഭ GLP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും ഓട്ടിസം പാർക്ക് ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഒരു കേന്ദ്രം താനൂർ ശോഭ GLP സ്കൂളാണെന്ന് മന്ത്രി പറഞ്ഞു. താനൂരിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമുള്ള സ്കൂളാണ് ശോഭ GLP സ്കൂളെന്നും ആ സാംസ്കാരിക തനിമ നിലനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് നല്ല ചുറ്റുമതിലായി ഗേറ്റായി സുരക്ഷിതമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് വെളിയിലേക്ക് പോകാനും വരാനുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലാണ്. കുട്ടികളുടെ ആരോഗ്യ കായിക നേട്ടത്തിനു വേണ്ടിയുള്ള ഹെൽത്തി കിഡ്സ് പദ്ധതി സംസ്ഥാനത്ത് 10 വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിലൊരു വിദ്യാലയമായി തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ വിദ്യാലയത്തിലാണ്. ഹെൽത്തി കിഡ്സ് പദ്ധതി എന്നുള്ളത് നമ്മുടെ പുതിയൊരു ആശയമാണ്. ഇപ്പോൾ ഇത്തവണ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഹെൽത്തി കിഡ്സിൻ്റെ പാഠപുസ്തകങ്ങൾ കൂടി നിങ്ങൾ വിദ്യാലയത്തിലേക്ക് വരാൻ പോകും. അപ്പോൾ കായിക വിദ്യാഭ്യാസം കേരളത്തിൽ നിർബന്ധമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. അടുത്ത സാമ്പത്തിക വർഷം 150 ഹെൽത്തി കിഡ്സ് ക്ലാസ് റൂമുകളാണ് നമ്മൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. അതിൽ കേരളമാണ് രാജ്യത്ത് 1-ാം സ്ഥാനത്ത്. കേരളത്തിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വലിയ വിജയം നേടുന്നതെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് ആ മാറ്റം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറയുന്ന ചരിത്രം, ഒരു കുട്ടി, 2 കുട്ടി, ഒരു പെൺകുട്ടിയുടെ പേര് മാത്രം രജിസ്റ്റർ ചെയ്തു, പിന്നീട് ഒരു ആൺകുട്ടിയുടെ പേര് മാത്രം രജിസ്റ്റർ ചെയ്തു. ഈ വിദ്യാലയത്തിന്റെ ചരിത്രമാണ്. അതേ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ വിജയം നേടുന്നത്, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്നത്. നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, സ്ഥിരം സമിതി അധ്യക്ഷരായ PP മുസ്തഫ, നാസിറ സിദ്ദിഖ്, കൗൺസിലർമാരായ ഉമ്മു കുൽസു, E കുമാരി, BPC K കുഞ്ഞികൃഷ്ണൻ, P അജയ്കുമാർ, OK ബേബി ശങ്കർ, ഡോക്ടർ ഹനീഫ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രധാനാധ്യാപിക A റസിയ സ്വാഗതവും PTA പ്രസിഡന്റ് സുനീർ ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, താനൂർ.